നിങ്ങളുടെ പേഴ്സൻ്റെ മെസ്സേജസ് നോക്കണ്ടേ നമുക്ക്? ടാരോയും ഒറാക്കിളും രണ്ടും എടുത്തിട്ടുണ്ട് കേട്ടോ. ടാരോ, നയൻ ഓഫ് സ്വാർഡ്സ്. ഓക്കെ, ഇൻസെപ്പറബിൾ. അവർ ലവ് ഈസ് ഓൾവേസ് ദെയർ ഡിസ്പൈറ്റ് ദ ഡിസ്റ്റൻസ്. നിങ്ങൾ എത്ര ദൂരത്തിലാണെങ്കിലും നിങ്ങളുടെ സ്നേഹം അതേപടി നിലനിൽക്കുന്നു എന്നവർ പറയുകയാണ് കേട്ടോ. വി ആർ ബോത്ത് ഹേർട്ടിങ് ഫ്രം ദിസ്. എന്ത് തന്നെയായാലും ഒരു സെപ്പറേഷൻ സിറ്റുവേഷൻ അവിടെ ഉണ്ടായിട്ടുണ്ട് തോന്നുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾ രണ്ടുപേരും തന്നെ വേദനിക്കുന്നുണ്ട് എന്ന് അവർ മനസ്സിലാക്കുന്നു എന്ന് പറയുകയാണ്. ഐ ഹാവ് ടു ടേക്ക് കെയർ ഓഫ് മൈ ഫൈനാൻഷ്യൽ ആൻഡ് ഇമോഷണൽ നീഡ്സ്. അവർക്ക് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. ഓക്കെ, ലൈഫിൽ റെസ്പോൺസിബിലിറ്റീസ് ഉള്ളത് കാരണമാണ് ഈ ഒരു ടെമ്പററി ബ്രേക്ക് വന്നിരിക്കുന്നത് കേട്ടോ. ഐ ഫെൽറ്റ് ലൈക്ക് യു ഡിഡ്ന്റ് കെയർ. അതിന് മേലെ അവർക്ക് തോന്നി നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ താല്പര്യമില്ലയോ എന്നൊരു തോന്നലും അവർക്ക് ഉണ്ടായിപ്പോയി എന്ന് പറയുകയാണ്. തിങ്സ് ഡിഡ്ന്റ് ഗോ ദ വേ ഐ പ്ലാൻഡ്. അവർ പ്ലാൻ ചെയ്ത പോലെ അല്ല കാര്യങ്ങൾ മുന്നോട്ട് പോയത് എന്നും അവർ പറയുന്നുണ്ട്. ഐ ഹാവൻറ്റ് ടോൾഡ് യു എവറിത്തിങ്. അവരെല്ലാ കാര്യങ്ങളും നിങ്ങളുടെ അടുത്ത് തുറന്നു പറഞ്ഞിട്ടില്ല എന്നും പറയുന്നു. ഐ വിഷ് ഐ കുഡ് റൈറ്റ് മൈ റോങ്സ്. അവരുടെ തെറ്റുകൾ തിരുത്താൻ അവർക്ക് സാധിച്ചിരുന്നെങ്കിൽ എന്നും അവർ പറയുന്നുണ്ട്. ഐ ആം അഫ്രെയ്ഡ് ഓഫ് വാട്ട് അതർ പീപ്പിൾ വിൽ തിങ്ക്. ചുറ്റുമുള്ള മറ്റുള്ളവർ എന്ത് പറയും എന്നൊരു ഭയവും അവർക്കുണ്ട് എന്ന് പറയുന്നു. ഓക്കെ, ഇനി ടാരോയിലേക്ക് പോകാം. ബോട്ടം ഓഫ് ദി ഡെക്ക് നയൻ ഓഫ് സ്വാർഡ്സ് ആയിരുന്നു. ക്വീൻ ഓഫ് വാൻഡ്സ്, ടെൻ ഓഫ് വാൻഡ്സ്, സ്ട്രെങ്ത്, ചാരിയറ്റ്, ഫോർ ഓഫ് വാൻഡ്സ്. നിങ്ങളുമായിട്ടൊരു ന്യൂ ബിഗിനിങ് വേണം എന്ന് തന്നെ അവിടെ എന്ത് സെപ്പറേഷൻ ഇപ്പോൾ ഉണ്ടെങ്കിലും ആ സെപ്പറേഷൻ അവർക്ക് ഒരു സ്ട്രെസ്സ്, വളരെ സ്ട്രെസ്ഫുള്ളായിട്ട് അവർ ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങളെക്കുറിച്ച് തന്നെ ചിന്തിക്കുകയാണ്. കാരണം നിങ്ങളില്ലാതെ ജീവിക്കാൻ അവർക്ക് അറിയില്ല. ഓക്കെ, അവർ നിങ്ങളെ ഒരുപാട് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് അവരുടെ എല്ലാ കാര്യങ്ങൾക്കും കേട്ടോ. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരുന്ന കാര്യം ആലോചിക്കുന്നു എന്ന് തന്നെയാണ് അവിടെ കാണുന്നത് കേട്ടോ. നിങ്ങളുമായിട്ടൊരു ന്യൂ ബിഗിനിങ് വേണം, നിങ്ങൾക്കൊരു കമ്മിറ്റ്മെൻറ്റ് തരണം എന്ന് തന്നെയാണ് അവരുടെ മനസ്സിൽ. കാരണം നിങ്ങൾ അവരുടെ ലൈഫിൽ ഒരു സ്പെഷ്യൽ പേഴ്സണാണ്. ഓക്കെ, ഇത്ര നാൾ നിങ്ങൾ ക്ഷമയോടെ അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നു. ഇനിയും നിങ്ങളുടെ അടുത്തേക്ക് വരാൻ വൈകിക്കരുത് എന്ന് തന്നെ അവർ കരുതുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ ഇടയിൽ ഒരു ലോങ് ഡിസ്റ്റൻസ് ഉണ്ടായിരിക്കാം. എന്ത് തന്നെയാലും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് എത്താൻ ആഗ്രഹിക്കുന്നു എന്നാണ് കാണുന്നത്. ഓക്കെ.